നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനസംഖ്യാ സെൻസസിന്റെ ഭാഗമായി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ വാച്ചുമരം ഉന്നതി, പോത്തുപാറ ഉന്നതി, തവളക്കുഴിപ്പാറ ഉന്നതി പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. ₹39 ലക്ഷം ഉപയോഗിച്ച് നവീകരിക്കുന്ന കണ്ണമ്പുഴ അമ്പലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവരെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഡൽഹിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളെയും വിദ്യാർത്ഥികളെയും മൃഗീയമായി തല്ലിച്ചതച്ച് കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ചിറ്റിശ്ശേരി മടവാക്കരയിൽ 89 വയസ്സുകാരനായ കൃഷ്ണനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ജനസംഖ്യാ സെൻസസിന്റെ ഭാഗമായി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ വാച്ചുമരം ഉന്നതി, പോത്തുപാറ ഉന്നതി, തവളക്കുഴിപ്പാറ ഉന്നതി പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. സന്ദർശനത്തിനിടെ പ്രദേശവാസികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയ ജില്ലാ കളക്ടർ വിവിധ പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുകയും വിവിധ വികസന ആവശ്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയതോടൊപ്പം പ്രദേശങ്ങളിൽ നടപ്പിലാക്കി വരുന്ന വിവിധ വികസന പദ്ധതികളുടെ നിലവിലെ സ്ഥിതിയും നേരിട്ട് പരിശോധിച്ചു. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന കൃത്യവും സമഗ്രവുമായ വിവരശേഖരണത്തിലൂടെ വികസന ആസൂത്രണത്തിനും പൊതുനയ രൂപീകരണത്തിനും ആവശ്യമായി വിശ്വസനീയമായ വിവരശേഖരം ഉറപ്പാക്കുക എന്നതാണ് ദേശീയ ജനസംഖ്യാ സെൻസസിന്റെ ലക്ഷ്യം. ഉന്നതി സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം ചാലക്കുടി തഹസിൽദാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘവും ഉണ്ടായിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സനീഷ് കുമാർ ജോസഫ് MLA അനുവദിച്ച ₹39 ലക്ഷം ഉപയോഗിച്ച് നവീകരിക്കുന്ന കണ്ണമ്പുഴ അമ്പലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവരെത്തി. ചാലക്കുടിയിലെ പ്രശസ്തമായ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്ന ജനപ്രതിനിധികളുടെയും ക്ഷേത്ര സമിതിയുടെയും ആവശ്യത്തെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA തുക അനുവദിച്ചത്. നിർമ്മല കോളേജിനടുത്തുള്ള ജംഗ്ഷൻ മുതൽ ക്ഷേത്രത്തിന് മുൻഭാഗം വരെ 270 മീറ്റർ നീളത്തിലും 10.60 മീറ്റർ വീതിയിലും ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നിർമ്മല കോളേജ് മുതൽ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റ് വരെയുള്ള റോഡിൻ്റെ പണികൾ വിലയിരുത്താൻ ബഹുമാനപ്പെട്ട MLA വന്നിരുന്നു. ഇത് ഏകദേശം നമുക്ക് മനസ്സിലായത് 9.60 മീറ്റർ വീതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് പ്രിയപ്പെട്ട പോളിച്ചേട്ടൻ കോൺട്രാക്ടർ അത് 10.60 മീറ്റർ വീതിയിൽ ഏറ്റവും ഭംഗിയായി ചെയ്തു തരാമെന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടാണ് MLA വന്നത്. ഇപ്പോൾ റോഡിൻ്റെ 2ാം ഘട്ട വർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിൽ റോഡ് വെച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇത് സാങ്ഷനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് റോഡിൻ്റെ ഇപ്പോഴത്തെ വർക്ക് വിലയിരുത്താൻ വന്നു. മറ്റേ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉണ്ട്, പാർലമെൻ്ററി പാർട്ടി ഷിബു വാലപ്പുണ്ട്, ശ്രീമാരി ചേച്ചി, ജയചേച്ചി, സുരേട്ടൻ എന്ന് വേണ്ട ബ്രഹ്മശ്രീ ശങ്കരൻ തിരുമേനി, ശശി അമ്പാടി ഉണ്ണി, കോഴിസുന്ദരൻ, ദിവാരം മാഷ് എല്ലാവരും ഉണ്ട്. നിലവിലുള്ള ടാറിംഗ് പൊളിച്ചു നിരത്തി ഇതിൽ GSB വിരിച്ചതിന് ശേഷമാണ് ടൈൽ വിരിക്കുന്നത്. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ക്ഷേത്ര റോഡിന്റെ ഇരുഭാഗവും ഇവിടുത്തെ താമസക്കാരുടെ സഹകരണത്തോടെ സൗന്ദര്യവൽക്കരിക്കുമെന്നും MLA പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരി, UDF പാർലമെന്ററി ലീഡർ ഷിബു വാലപ്പൻ, വാർഡ് കൗൺസിലർ KB ഉണ്ണികൃഷ്ണൻ, കണ്ണമ്പുഴ ക്ഷേത്ര സേവാ സമിതി അംഗങ്ങളായ KM ഹരിനാരായണൻ, വിജയൻ മുഴിക്കൽ, ഗോപി കൃഷ്ണൻ, ശങ്കരൻകുട്ടി, അമ്പാടി ഉണ്ണികൃഷ്ണൻ, മുൻ കൗൺസിലർ ശ്രീകുമാരി തുടങ്ങിയവരും നവീകരണ പ്രവർത്തികൾ വീക്ഷിക്കാൻ എത്തിയിരുന്നു. ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഈ കണ്ണമ്പുഴ അമ്പലം റോഡ്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിൽ വാർഡ് കൗൺസിലർ ശ്രീദേവി ചേച്ചി
ബഹുമാനപ്പെട്ട MLAയുടെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് 39 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇവിടേക്ക് അനുവദിക്കപ്പെട്ടത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ അവറുകൾ അദ്ദേഹം കുറേയും കൂടെ അത് ശ്രമിച്ച് ഇപ്പോൾ അതിൻ്റെ നടപടികൾ നഗരസഭാ കൗൺസിൽ ഇപ്പോൾ അത് തുടങ്ങി അതിൻ്റെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളെയും വിദ്യാർത്ഥികളെയും മൃഗീയമായി തല്ലിച്ചതച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷനായി. നേതാക്കളായ ആലി ഷിബു, എബി ജോർജ്, KV പോൾ, ഷിബു വാലപ്പൻ, റെയ്സൻ ആലുക്ക, സൂസി സുനിൽ, ഷിഫ സന്തോഷ്, ബാബു ജോസഫ്, സാബു കാട്ടാളൻ, റിൻഡോസ് കണ്ണമ്പുഴ, ബൈജു മടത്തിപ്പറമ്പിൽ, ലിജി ജോജി, റീന ഡേവിസ്, ഇട്ടൂപ്പ് ഐനിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോണി പുല്ലൻ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ആലി ഷിബു, DCC ജനറൽ സെക്രട്ടറി ശ്രീ എബി ജോർജ്, നഗരസഭയുടെ വൈസ് ചെയർമാൻ, മറ്റു സമുന്നതരായ നേതാക്കന്മാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, തീർത്തും ന്യായമായ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്യുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നുള്ളൊരു കാരണത്തിൽ മാത്രം ദേശീയ നേതാക്കന്മാരായ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിനെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിനെയും അടക്കം MP-മാരെ അടക്കം അറസ്റ്റ് ചെയ്ത നീചമായ പ്രവൃത്തിക്കെതിരെ കേരളത്തിൽ KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രതിഷേധ പ്രകടനം നടത്താണ്. നമുക്കറിയാം 24ഓളം വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു സമര പരിപാടി സംഘടിപ്പിച്ചത്. തികച്ചും ന്യായമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പാർലമെന്റിലെ LOP അടക്കം രാഹുൽ ഗാന്ധി അടക്കം നിരവധി MP-മാരും ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ഒരു സമര പരിപാടിയിൽ പോലീസ് നടത്തിയ കിരാതമായിട്ടുള്ള പ്രവൃത്തികൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് രാജ്യമൊട്ടാകെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ രാജ്യത്തെ ഏകദേശം 1.5 കോടിയോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ 152 ചോദ്യങ്ങൾ ചോർന്നു. പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ ഈ ചോദ്യങ്ങൾ ചോർന്നുകൊണ്ട് രാപ്പകൽ അധ്വാനിച്ച് പഠിച്ച കുട്ടികൾ ഒരുപാട് പിന്നാക്കം പോവുകയും ആ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുകയും ചെയ്തു. 1.5 കോടി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 1.5 കോടി കുടുംബങ്ങളാണ് നശിച്ചത്. ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷ എഴുതി പാസ്സായി ഒരു ജോലി കിട്ടിയാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അന്ന് മുതൽ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി മുതൽ NSUയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിനുവേണ്ടി ഇതിന്റെ വിദ്യാഭ്യാസ മന്ത്രി മഹേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ നടത്തി. ഇതിനൊന്നും നരേന്ദ്രമോദിയോ അതേപോലെ ആഭ്യന്തരമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനയായ BNI ഡോമിനേറ്റർ സംഘടിപ്പിക്കുന്ന വിജയാഘോഷം ജൂലൈ 25-ന് ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി ചാപ്റ്റർ 100 കോടിയിലധികം ബിസിനസ് സൃഷ്ടിച്ചതിന്റെ വിജയാഘോഷമാണ് ചാലക്കുടി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് CC ആന്റണി അധ്യക്ഷത വഹിക്കും. മാത്യു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. ചാലക്കുടിയിലെ ബിസിനസ് സംസ്കാരത്തിന് പുതിയ ദിശ നൽകുന്ന ഈ ആഘോഷം മേഖലയിലെ സംരംഭകർക്ക് പ്രചോദനമാകുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CC ആന്റണി, വൈസ് പ്രസിഡന്റ് PA ഷോൺ സോഹൻ, സെക്രട്ടറി സിജോ എലിഞ്ഞക്കാടൻ, വിസിറ്റർ കോർഡിനേറ്റർ അനൂപ് K ദിനേശൻ എന്നിവർ പങ്കെടുത്തു. ആന്റണി ചാലക്കുടി BNI ഡോമിനേറ്റഡ് ചാപ്റ്ററിന്റെ പ്രസിഡന്റാണ്. BNI എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്താകമാനം 76 രാജ്യങ്ങളിൽ വളർന്നു പന്തലിച്ചു വരുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ആ ബിസിനസ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ റീജിയന്റെ കീഴിൽ ചാലക്കുടി ഡോമിനേറ്റഡ് ചാപ്റ്റർ 5 വർഷം മുമ്പ് സ്ഥാപിതമായിട്ട് ഈ ഒരു 5 വർഷ കാലയളവിൽ
ഞങ്ങൾ നേടിയ 100 കോടി ബിസിനസ് ടേൺ ഓവറിൻ്റെ ആഘോഷം ഈ വരുന്ന ശനിയാഴ്ച 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു ആഘോഷവേളയിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ അഭിമാനവും സന്തോഷമുണ്ട്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷോൺ സോൻ കുശികർ. ഞാൻ BNA ഡോമിനേറ്റേഴ്സ് ചാപ്റ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ബിസിനസ് നെറ്റ്വർക്കിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. നമ്മൾ 25-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നമ്മളുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇനോഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആലിസ് ഷിബ് ചേച്ചിയാണ്. അതുപോലെ നമ്മളുടെ ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച് തരുന്നത് നമ്മുടെ BNA തൃശ്ശൂർ റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ വെസ്റ്റിൻ ജോയിയാണ്. അതുപോലെ നമ്മളൊരു കീനോട്ട് സ്പീക്കറായിട്ട് നമ്മൾ ക്ഷണിച്ചേക്കുന്നത് നമ്മുടെ ഒരു ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഓൺലൈൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഓണറായ മാത്യു ജോസഫ് സാറിനെയാണ്. അത് ഇവർ കൂടാതെ നമ്മുടെ ചാലക്കുടി ടൗണിലുള്ള ബിസിനസ്സുകാരെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ ടൗൺ ഹാളിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പൂലാനിൽ ക്യാപ്റ്റൻ ലക്ഷ്മി വാർഷികാനുസ്മരണ യോഗവും സെമിനാറും സംഘടിപ്പിച്ചു. MS സുനിത അധ്യക്ഷയായി. സ്ത്രീ മുന്നേറ്റവും കേരള ചരിത്രവും എന്ന വിഷയത്തിൽ ഡോക്ടർ കവിത സോമൻ സെമിനാർ നയിച്ചു. സിനി ടീച്ചർ ബീന രവീന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് 560 രൂപ വർദ്ധിച്ചു. 1,08,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 70 രൂപയാണ് ഉയർന്നത്. 13,500 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ബുധനാഴ്ച മാത്രം പവന് 1,680 രൂപയാണ് വർദ്ധിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇറാൻ സംഘർഷം കനത്തതോടെ എണ്ണവില കുതിച്ചുയർന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എണ്ണവില വർധനയെ തുടർന്നുള്ള വിലക്കയറ്റ ആശങ്ക നിലനിൽക്കുമ്പോഴും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയേക്കില്ല എന്ന റിപ്പോർട്ടുകളും സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചു. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ചിറ്റിശ്ശേരി മടവാക്കരയിൽ 89 വയസ്സുകാരനായ കൃഷ്ണനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. കൃഷ്ണന്റെ വീടിനടുത്ത് താമസിക്കുന്ന ഇളയ മകനായ 54 വയസ്സുകാരനായ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് 89-കാരനായ പിതാവിനെ മകൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ പിതാവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പുതുക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്നു നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ഇതൊരു കൊലപാതകമാണെന്നും വ്യക്തമായത്. അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3,000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിന് കാരണം. സംഭവ ദിവസം രാവിലെ പത്രവിതരണത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലൂടെ അകത്ത് കടന്ന് കൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിച്ചു. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ വീട്ടിൽ നിന്നും കൃത്യം നടത്താൻ ഉപയോഗിച്ച ചോര പുരണ്ട ചുറ്റിക കണ്ടെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 വരെ സ്ഥാപനത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480 270 0816 9995 395278 9947325362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
2026 ഓണം മേള സ്പെഷ്യൽ റിബേറ്റിനോടനുബന്ധിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് പ്രഖ്യാപിച്ചു. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് സ്പെഷ്യൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാകുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനസംഖ്യാ സെൻസസിന്റെ ഭാഗമായി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ വാച്ചുമരം ഉന്നതി, പോത്തുപാറ ഉന്നതി, തവളക്കുഴിപ്പാറ ഉന്നതി പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. $39 ലക്ഷം ഉപയോഗിച്ച് നവീകരിക്കുന്ന കണ്ണമ്പുഴ അമ്പലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലിഷ് ഷിബു എന്നിവരെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളെയും വിദ്യാർത്ഥികളെയും മൃഗീയമായി തല്ലിച്ചതച്ച് കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ചിറ്റിശ്ശേരി മടവാക്കരയിൽ 89 വയസ്സുകാരനായ കൃഷ്ണനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.